സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇവിടെ നമ്മുടെ കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. എനിക്കൊരുപാട് ഭാരങ്ങൾ ഉണ്ട് എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടോ? എത്രയോ ഭാരങ്ങളാണ്. കടഭാരം, മക്കളുടെ ഭാരം, ജോലി ഭാരം, പഠനഭാരം, ജോലിയില്ലാത്തതിൻ്റെ ഭാരം, ജോലിയുള്ളവർക്ക് ജോലിയുള്ളതിൻ്റെ ഭാരം, ജോലിയില്ലാത്തവർക്ക് ജോലിയില്ലാത്തതിൻ്റെ ഭാരം. എന്താണ്? അങ്ങനെ പലതരത്തിലുള്ള ഭാരത്താൽ മനുഷ്യൻ്റെ ജീവിതം നിറഞ്ഞിരിക്കുന്നു. അവൻ നിങ്ങളുടെ ഭാരം ചുമക്കുന്നതാകിയാൽ നിങ്ങളുടെ സകല ഭാരവും അവൻ്റെ മേൽ വച്ചുകൊള്ളുവീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. എല്ലാ ഭാരങ്ങളെയും കവിയുന്നതായ ഭാരം ഏതാണെന്നറിയാമോ? പാപഭാരം. പാപഭാരം. ഒരു വഴിയിൽ ഒരു ദൈവദാസൻ നിന്നുകൊണ്ട്, ഒരു സുവിശേഷൻ നിന്നുകൊണ്ട് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരികയും പാപഭാരത്താൽ നിറഞ്ഞ ആളുകളെ എന്ന് ഉച്ചത്തിൽ പ്രസംഗിക്കുന്നതായ സമയത്ത് ഒരു പയ്യൻ ഓടി വരുവാൻ ഇടയായി. അബ്ബാ, എൻ്റെ പ്രസംഗം കേട്ടൊരു പയ്യൻ മാനസാന്തരപ്പെട്ടു എന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോൾ അവൻ ഓടി വന്ന് ദൈവദാസൻ്റെ മുൻപിൽ തന്നെ വന്ന് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് കുറെ നേരമായിട്ട് പാപമെന്ന്, ഭാരമെന്ന്, പാപമാണെന്ന് പറയുന്നു, ഭാരമാണെന്ന് പറയുന്നു, പാപമെന്നൊക്കെ പറയുന്നു. എന്താണ്? ഞാൻ എല്ലാ പാപവും ചെയ്യുന്നുണ്ട്, എനിക്കൊരു ഭാരവുമില്ല. ഞാൻ മദ്യപിക്കുന്നു, എൻ്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു, എനിക്കൊരു ഭാരവും തോന്നുന്നില്ല. എന്താണ് വലിയ പാപഭാരമെന്നൊക്കെ പറയുന്നത് എന്ന് പറയുവാനിടയായി. ദേവദാസൻ കുറച്ച് സമാധാനത്തോടെ പറഞ്ഞു, മോനെ, ഒരു മരിച്ച വ്യക്തിയുടെ നെഞ്ചിൽ ഒരു 10 കിലോ ഭാരം വെച്ചിട്ട് എടാ മോനെ എത്ര കിലോ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്തു പറയും? അവൻ എന്ത് മറുപടി പറയും മോനെ എന്ന് ചോദിച്ചു. മരിച്ചവൻ എന്ത് ഭാരം തോന്നുമെന്ന് അവൻ ചോദിച്ചു. അല്ല, ഒരു 50 കിലോ വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 100 കിലോ വെച്ചിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അവൻ എന്തു പറയുമെന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? മരിച്ചവൻ്റെ നെഞ്ചത്ത് എത്ര ഭാരം വെച്ചാലും അവനൊന്നും തന്നെ അറിയുകയില്ല. അതുതന്നെയാണ് മോനെ നിന്റെ പ്രശ്നമെന്ന് പറഞ്ഞു. എന്താണ്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവനായിരിക്കുന്ന നിനക്കൊരു ഭാരവും തോന്നില്ല എന്ന് പറഞ്ഞു. പാപഭാരം അവർക്ക് തോന്നുകയില്ല, അറിയുകയില്ല. വെള്ളത്തിൽ മുങ്ങിയവന് പിന്നെ തണുപ്പില്ലെന്നാണ്. നീ പാപത്താൽ മുങ്ങിക്കിടക്കുകയാണ്, അതുകൊണ്ട് നിനക്ക് പാപഭാരം എന്താണെന്ന് അറിയില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലർ അഹങ്കാരത്തോടുകൂടി സംസാരിക്കാറുണ്ട്. എനിക്കൊരു കുഴപ്പവുമില്ല, സുഖമായിരിക്കുന്നു. ദൈവവചനം പറഞ്ഞാൽ എതിർത്ത് സംസാരിക്കും. ദൈവത്തിന് ഒരു സ്ഥാനവും കൊടുക്കുകയില്ല. വലിയ ആളാണ്, എല്ലാം അറിയാം എന്ന രീതിയിൽ സംസാരിക്കും. അങ്ങനെയുള്ളവരെ നോക്കുമ്പോൾ അവർ എപ്പോഴാണോ പരിശുദ്ധാത്മാവിനെ ദർശിക്കുവാനിടയാകുന്നത്, പരിശുദ്ധാത്മാവ് അവരുടെ സ്ഥിതി അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ബോധ്യം വരുത്തുന്നത്, അതേ മനുഷ്യൻ തന്നെ തറയിൽ വീണുകിടന്ന് കൈകാലുകൾ അടിച്ച് കണ്ണുനീരോടെ തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്നത് ഞാൻ പലപ്പോഴും കാണാനിടയായിട്ടുണ്ട്. ഇന്ന് അങ്ങനെയുള്ള ദൃശ്യങ്ങൾ കാണുവാനേ കഴിയുന്നില്ല. പാപങ്ങൾക്ക് വേണ്ടി പശ്ചാത്തപിക്കുന്നതായ ജനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത പ്രവൃത്തികളെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ആദ്യ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോയിട്ട് നിങ്ങൾക്കൊരു സഹായിയെ അയക്കുവാനിടയാകും. അവൻ വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരുത്തിത്തരും. അല്ലാതെ നാം സമ്മതിക്കുകയില്ല, ഏറ്റുപറയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ ബോധിപ്പിക്കുവാനിടയാകും, നമുക്ക് ബോധ്യം വരുത്തും. പാപത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച്. ഈ പാപം സമ്മതിക്കുന്നില്ല എങ്കിൽ വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച്
നമുക്ക് ബോധ്യം വരുത്തും. പശ്ചാത്തപിച്ചുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടോ? നിന്റെ അവസ്ഥ നീ അറിഞ്ഞിട്ട് കണ്ണുനീരോടുകൂടി ഞാൻ പാപം ചെയ്യുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ വേണ്ടാത്ത ആലോചനകളുണ്ട്, എൻ്റെ ജീവിതത്തെ പാപത്താൽ നിറച്ചിരിക്കുന്നു, എൻ്റെ മനസ്സാക്ഷി നശിച്ചു പോയിരിക്കുന്നു, എൻ്റെ മാതാപിതാക്കൾക്ക് ദോഷം ഞാൻ ചെയ്യുന്നു, എൻ്റെ ഭർത്താവിനെ ഞാൻ വഞ്ചിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയെ ഞാൻ ദ്രോഹിക്കുന്നുണ്ട്, അങ്ങനെയുള്ള നിങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ ഒരു ദിവസം ഉണ്ടോ? നിങ്ങളുടെ സ്ഥിതി നിങ്ങൾ തിരിച്ചറിഞ്ഞ ദിവസമുണ്ടോ? അവൻ്റെ മുഖപ്രകാശത്തിൽ നമ്മുടെ രഹസ്യ പാപങ്ങൾ, ആരും അറിയാത്ത പാപങ്ങൾ എവിടെ കാണുമെന്നറിയാമോ? മൈക്രോസ്കോപ്പിലല്ല. എവിടെയാണ്? അവൻ്റെ മുഖശോഭയിൽ. എപ്പോഴാണോ നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നത്, അപ്പോൾ അവൻ തൻ്റെ മുഖം നിന്നിലേക്ക് തിരിക്കും. അവൻ്റെ മുഖശോഭ നിന്റെ മുഖത്തിലേക്ക് അടിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലേക്ക് നീ നോക്കും. ആ ചുങ്കക്കാരൻ ദൈവാലയത്തിലേക്ക് പോയപ്പോൾ സ്വർഗത്തിലേക്ക് കണ്ണുയർത്താൻ പോലും കഴിയാതെ വണ്ണം, അതായത് ദൈവത്തിൻ്റെ ദൃഷ്ടി ആ ചുങ്കക്കാരൻ്റെ മേലുണ്ട്. അതുകൊണ്ട് ആ വെളിച്ചത്തിലേക്ക് നോക്കുവാൻ കഴിയാതെ തൻ്റെ ഹൃദയത്തിലേക്ക് അവൻ നോക്കുകയാണ്. തൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയതായ സമയത്ത് ആ വെളിച്ചത്തിൽ അവൻ്റെ അവസ്ഥയെ, അവൻ്റെ പാപ അവസ്ഥയെ അവന് കാണുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് എന്താണ് അവൻ ചെയ്തത്? മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട്, ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. വായിക്കൂ, അടുത്ത വചനം ഏതാണ്? വായിക്കൂ. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. അവൻ നീതീകരിക്കപ്പെട്ടു. തൻ്റെ പാപങ്ങൾ അവൻ ഏറ്റുപറഞ്ഞു. അവൻ്റെ പാപങ്ങൾ അവൻ തിരിച്ചറിഞ്ഞു. തൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ അറിഞ്ഞു. ദൈവത്തോട് അവൻ ഏറ്റുപറഞ്ഞു. ദൈവം അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു, തുടച്ചു മാറ്റി. അവൻ നീതിമാനായിട്ട് വീട്ടിലേക്ക് പോയി. അങ്ങനെയുള്ള അനുഭവം നിനക്കുണ്ടോ? എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാൽ അതാത് ദിവസത്തെ കുറവുകളെ നിനക്ക് കഴുകാൻ കഴിയും. നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് ഞാൻ എന്നോ സ്നാനപ്പെട്ട വ്യക്തിയാണ്, ഞാൻ എന്നോ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന സാക്ഷ്യം ഒരിക്കലും മതിയാകില്ല. ഈ ലോകത്തിലെ മാലിന്യങ്ങൾ തൊടാതെ നാം എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് എല്ലാ വിശ്വാസികളും എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എപ്പോഴാണോ ഒരു വിശ്വാസി കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നത്, അവൻ തീർച്ചയായും അനുഗ്രഹിക്കപ്പെടാനിടയാവും. ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ പാപങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അവന് ആശ്വാസം ലഭിക്കും, സമാധാനം ലഭിക്കുന്നു, അവൻ്റെ വരുമാനം വർദ്ധിക്കുന്നു, അവൻ്റെ നന്മകൾ വർദ്ധിച്ചതിന് ശേഷം രോഗങ്ങൾ വരാതെ, പ്രശ്നങ്ങൾ ഉണ്ടാകാതെ എല്ലാം സുഖമായി പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് പറയുമ്പോൾ ഞായറാഴ്ച സഭയിൽ ഒരു പ്രാവശ്യം വന്നിട്ട് പോയാൽ മതി, പിന്നെ സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങിക്കൊള്ളൂ. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഓഫീസിൽ പോയിട്ട് നേരെ ക്ലബിൽ പോകുമായിരുന്നു, കൂട്ടുകാരുമായിട്ട് കറങ്ങി നടക്കുമായിരുന്നു, മദ്യപാനം ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ജോലി കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ ചെന്ന് സുഖമായി സോഫയിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കൂ എന്നാണോ കർത്താവ് പറയുന്നത്? നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കണം. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ചിലർക്ക് ഭാരങ്ങളുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. പിന്നെ പറയുന്നു, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. നിങ്ങളുടെ ഭാരം മാറ്റിവെച്ചിട്ട് എൻ്റെ ആ ഭാരം ചുമക്കാൻ പറയുന്നു. അതല്ലാതെ കിടന്നുറങ്ങാനല്ല പറയുന്നത്. ആശ്വാസം നിന്റെ ശരീരത്തിനല്ല, നിന്റെ ആത്മാവിന് ആശ്വാസം ലഭിക്കണമെങ്കിൽ, നിന്റെ മനസ്സിന് സ്വസ്ഥത ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനും ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നുകം വയ്ക്കുന്ന സമയത്ത് 2 കാളകളുടെയും കഴുത്തിനു മുകളിൽ ആ തടി വെച്ച് കെട്ടുവാനിടയാകും. അതിനെയാണ് നുകമെന്ന് പറയുന്നത്. കർത്താവിടെ പറയുന്നു, എൻ്റെ നുകം ഏറ്റുകൊള്ളുക. എൻ്റെ നുകം ഏതാണ്? ക്രൂശാകുന്നു. അതായത് നമ്മെ വിളിക്കുകയാണ് നുകം ചുമക്കുന്നതിന് വേണ്ടി. ഒരു വശത്ത് നാം നിൽക്കുന്നു, മറുവശത്ത് ആരാണ്?
മറുവശത്ത് അവനാണ് നിൽക്കുന്നത്. ഒരു വശത്ത് അവൻ നുകം വഹിക്കുന്നു, മറുവശത്ത് നമ്മുടെ കഴുത്തിലാണത്. ഞാൻ ചിന്തിക്കുന്നു, ഭാരം മുഴുവൻ അവൻ്റെ വശത്താണ്. എൻ്റെ മേൽ ആ തടി ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഭാരം വഹിക്കേണ്ട, അവൻ്റെ കൂടെ പോയാൽ മാത്രം മതി. എന്താണ്? എൻ്റെ നുകം ലഘുവാകുന്നു. ഇന്ന് പലരും ഭയപ്പെട്ടു പോകുന്നു. മാനസാന്തരപ്പെട്ടാൽ പിന്നെ എങ്ങനെയാണെന്ന് ഒരാൾ എന്നോട് ചോദിച്ചു. കള്ളം പറയാൻ പാടില്ലെന്നാണല്ലോ പറയുന്നത്. അതെ, കള്ളം പറയാതെ ഈ ലോകത്തിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? അയ്യോ ദൈവമേ, കള്ളം പറയാതെ ജീവിക്കാൻ കഴിയില്ലേ? സിനിമ കാണാൻ പാടില്ലെന്നാണല്ലോ. സിനിമ കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ ജീവിതം ബോറടിയാകുമല്ലോ. സിനിമ കണ്ടില്ലേ പിന്നെ ജീവിതം ബോറടിയാണോ? സിനിമ കണ്ടില്ലേ പിന്നെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സീരിയലെങ്കിലും കാണാൻ കഴിയുമോ? നിങ്ങളും കുത്തിയിരുന്ന സിനിമ കാണുന്നുണ്ടോ? കള്ളം പറയുന്നതിൽ ചിലർക്ക് വളരെ സാമർഥ്യമാണ്. എന്താണ്? അവർ പെട്ടെന്ന് സമ്മതിക്കില്ലല്ലോ. പിടിക്കപ്പെട്ടു പോവുകയില്ലേ? നിങ്ങൾ സിനിമ കാണുന്നുണ്ടോ? ഹോ ദൈവമേ, കുറച്ചുപേരെങ്കിലും സമ്മതിച്ചല്ലോ. ഹാ, ദൈവത്തിൻ്റെ കൃപയാൽ ഇപ്പോൾ ഞാൻ സിനിമാ തിയേറ്ററിൽ പോകുന്നില്ല എന്ന് ഒരു സഹോദരി പറഞ്ഞു. അപ്പോൾ അടുത്തിരുന്ന മോൾ പറഞ്ഞു, TV-യിൽ വരുന്നുണ്ടല്ലോ അങ്കിൾ എന്ന്. സിനിമാ തിയേറ്ററിൽ പോയി കാണുന്നില്ല, TV-യിൽ സിനിമ കാണാൻ കഴിയുമോ? ഇപ്പോൾ പുതിയ രീതി വെച്ചിരിക്കുകയാണ്. TV-യിൽ ഞങ്ങൾ കാണുന്നതേ ഇല്ല. TV-യിൽ കാണുവാൻ ഞങ്ങൾക്കിപ്പോൾ സമയമേ ഇല്ല. സെൽഫോൺ എപ്പോഴും കയ്യിലുണ്ടല്ലോ, അതിൽ റെഡിമെയ്ഡ് സിനിമ ഇഷ്ടത്തിനുണ്ടെന്നാണ് പറയുന്നത്. എന്താണ്? ടിക്കറ്റ് എടുക്കേണ്ട, ചെലവ് കൂടാതെ സിനിമ കാണാൻ കഴിയും. നിങ്ങളുടെ സമയത്തെ സെൽഫോണിൽ ചിലവഴിച്ചാൽ നിങ്ങൾക്ക് ഭാരം കൂടാനിടയാകും. നിന്റെ പ്രതികൂലം വർദ്ധിക്കും. നീ ദൈവ പൈതലാണെങ്കിൽ ബാക്കിയുള്ള സമയമെല്ലാം തന്നെ ആർക്കാണ് കൊടുക്കേണ്ടത്? ആ നുകം ചുമക്കുക. എൻ്റെ ഭാരം ചുമക്കൂ, എൻ്റെ ഭാരം ലഘുവാണ്. എന്താണ് അവൻ്റെ ഭാരം? 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. സുവിശേഷം അറിയിക്കാനുള്ളതായ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. എന്താണ് അവൻ്റെ ഭാരം? സുവിശേഷം അറിയിക്കേണ്ടതായ നിർബന്ധം രക്ഷിക്കപ്പെട്ടതായ ആളുകളുടെ മേൽ കിടക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന വിശ്വാസികൾ സുവിശേഷം അറിയിക്കണം. ഇത് പാസ്റ്റർക്കും സുവിശേഷ പ്രവർത്തകർക്കും മാത്രം ഉള്ള കാര്യമല്ല എന്ന് ഓർക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചവർ സുവിശേഷം അറിയിക്കണം. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വാർത്ത. അതായത് എന്താണ്? നാം നിത്യനരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരാനിടയായി. അവൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവാണ്. നിന്റെ പാപങ്ങൾ മാറ്റുന്ന കർത്താവാണ്. നിനക്ക് വേണ്ടി പ്രാണനെ നൽകിയതായ ദൈവമാണവൻ. ഇതാ സകല ജനങ്ങൾക്കും വരുവാനുള്ളതായ മഹാസന്തോഷം. സുവിശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഈ ദിവസം യേശുക്രിസ്തു രക്ഷകനാണെന്നറിയാത്ത എത്രയോ ആളുകളുണ്ട്. അവൻ്റെ നാമത്തിൽ പാപക്ഷമയുണ്ടെന്ന് അറിയാത്ത എത്രയോ ആളുകൾ ഇന്നുണ്ട്. അവൻ നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുമെന്ന് ഇപ്പോഴും അറിയാത്ത എത്രയോ ആളുകളുണ്ട്. ഈ ദിവസം നീയും ഞാനും അവൻ്റെ സുവിശേഷം അറിയിക്കണം. യേശുക്രിസ്തുവിനെ അറിയാത്തവരോട് സുവിശേഷം പറഞ്ഞു കൊടുക്കേണ്ടതായ ഭാരം എൻ്റെ ഹൃദയത്തിൽ വീണ് കിടക്കുന്നു. സുവിശേഷം അറിയിച്ചാൽ എനിക്ക് എന്താണ് ലാഭം? മീറ്റിങ്ങുകൾ നടത്തിയാൽ എന്ത് ലാഭം? എന്താണ്? ഈ കാലത്ത് ദൈവവേല ചെയ്താൽ എനിക്കെന്ത് ലാഭം എന്ന് വിശ്വാസികൾ ചിന്തിക്കുന്നു. സുവിശേഷം അറിയിക്കേണ്ടതായ നിർബന്ധം നിന്റെ മേൽ കിടക്കുന്നുണ്ട്. നിനക്കിഷ്ടമില്ല എങ്കിലും ശരി, യേശു പറഞ്ഞതായ വചനങ്ങളെ നീ പ്രസംഗിക്കേണ്ടതാണ്. ആ നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഉത്തരവാദിത്തം അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. നിന്റെ മേലുണ്ടായിരുന്ന പാപഭാരത്തെ എടുത്തു മാറ്റി സുവിശേഷ ഭാരത്തെ നൽകിയിരിക്കുന്നു. ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ ഒരു സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹം വിവാഹം പോലും കഴിക്കാതെ കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ സമർപ്പിച്ചിരുന്നു. സ്റ്റുഡൻസ് ആയിരുന്നതായ ഞങ്ങളോട് കൂടെ തന്നെ വളരെ മിതമായ ആഹാരമൊക്കെ കഴിച്ച് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് 60 വയസ്സ് ഉണ്ടായിരുന്നതായ ആ സമയത്തും അദ്ദേഹം ആഹാരം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ആഹാരം കഴിക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് നിർത്തിയിട്ട് എഴുന്നേറ്റ് പോകാനിടയായി. പെട്ടെന്ന് എഴുന്നേറ്റ് പോയി കഴിയുവാനിടയായി.
എന്താണ് ബ്രദർ ഭക്ഷണം കഴിക്കാതെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തിരുന്നു. എല്ലാ ദിവസവും 25 പേർക്ക് ലഘുലേഖകൾ കൊടുക്കാതെ ആഹാരം കഴിക്കുകയില്ല എന്ന്. ഇന്ന് 30 പേർക്ക് തികച്ചും കൊടുത്തില്ല. 25 പേരെ കിട്ടിയുള്ളൂ. 5 പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് കൊടുത്തിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മെയിൻ റോഡിൽ ചെന്നിട്ട് ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അദ്ദേഹം വലിയൊരു ദേവദാസനാണ്. അവിടുത്തെ തന്നെ ഒരു സീനിയർ ദേവദാസനാകുന്നു അദ്ദേഹം. എന്നാൽ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം മെയിൻ റോഡിൽ നിന്ന് ലഘുലേഖ കൊടുക്കുമ്പോൾ ആളുകളെല്ലാം വേണ്ടെന്ന് പറയുകയാണ്. വേണ്ട പോ എന്ന് പറയുകയാണ്. അയ്യോ, ദേവദാസനോട് എന്താണ് അവർ പറയുന്നത്? അവർ എന്തെല്ലാം പറഞ്ഞാലും ശരി, അവർ തള്ളിക്കളഞ്ഞാലും ശരി, അവർ എതിർത്ത് പറഞ്ഞാലും ശരി, സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം പരിശ്രമിക്കുമായിരുന്നു. ഇന്ന് നമുക്കെത്രയോ അവസരങ്ങളുണ്ട്. ഇപ്പോൾ ലഘുലേഖകൾ കൊടുക്കേണ്ടതായ കാര്യമില്ല. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ സുവിശേഷം പകരുന്നതിന് വേണ്ടി ദൈവം നമുക്ക് സെൽഫോൺ തന്നിട്ടുണ്ട്. ആ സെൽഫോണ് സുവിശേഷ കാര്യത്തിനൊഴികെ ബാക്കി എല്ലാ കാര്യത്തിനും നാം ഉപയോഗിക്കുന്നുണ്ട്. ശരിയല്ലേ? ന്യായമാണോ? എന്താണ്? നിങ്ങളുടെ സെൽഫോണിൽ കൂടി ഒരു വ്യക്തിക്ക് ഒരു വചനത്തെ വാട്സപ്പിൽ കൂടി അയയ്ക്കുക. ഒരു നല്ല ക്രിസ്തീയ ഗാനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യൂ. ഒരു ഫ്രണ്ടിന് ഒരു SMS അയച്ചു കൊടുക്കുക. ഇതാ സുവിശേഷ മീറ്റിങ്ങിന് വരിക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് SMS അയക്കൂ. അങ്ങനെ സുവിശേഷം അറിയിക്കാൻ സഹായകരമാകും. നിങ്ങളുടെ പരിധിയിൽ നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ സുവിശേഷ വേലയിൽ ഭാഗവാക്കാകാൻ കഴിയും. ദൈവനാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടും. നിങ്ങൾ ഓർക്കണം, ഒരു പ്രവാചകനെ ഭവനത്തിൽ ചേർക്കുകയാണെങ്കിൽ പ്രവാചകന് കിട്ടുന്ന അതേ അനുഗ്രഹം നിനക്കും നൽകുമെന്ന് അവൻ പറയുന്നു. നോക്കൂ, ഈ കാലത്ത് സുവിശേഷ വേലയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? സുവിശേഷ വേലയിൽ ഭാഗവാക്കായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര ആളുകളുണ്ട്? ഏത് വിഷയങ്ങൾക്കും കൂലിക്ക് പണി ചെയ്യുന്നവരെ പോലെ ക്രിസ്ത്യാനികളായിരിക്കുകയാണ്. സൗജന്യമായി സുവിശേഷം അറിയിക്കുന്നതാണ് എൻ്റെ ശമ്പളം. സുവിശേഷം അറിയിക്കുവാനുള്ള നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. എപ്പോഴാണോ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്, അപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു ഭാരം വേണം. എൻ്റെ കൂട്ടുകാരൻ രക്ഷിക്കപ്പെടണം, എൻ്റെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെടണം, എൻ്റെ മക്കൾ രക്ഷിക്കപ്പെടണം, എൻ്റെ അയൽക്കാർ രക്ഷിക്കപ്പെടണം. ഈ യേശുവിൻ്റെ സ്നേഹത്തെ എൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുള്ള സുവിശേഷ ഭാരം നമ്മുടെ ജീവിതത്തിൽ വരണം. മറ്റൊരു ഭാരം പറയട്ടെ. അനേകം ആളുകളും രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും രീതിയിൽ സുവിശേഷ വേല ചെയ്യുന്നു, എല്ലാം നന്നായി പോകുന്നു എന്നവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ക്രിസ്തുവിനെ പോലെ മാറണം എന്ന ഭാരമില്ല. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം, 4:19. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തു യേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ആകയാൽ എൻ്റെ അനുകാരികളാകുവിൻ എന്നു ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് ഉപദേശകന്മാർ, ഗുരുക്കന്മാർ ഒരുപാട് ആളുകളുണ്ട് എന്ന്. എന്നാൽ നിങ്ങൾക്ക് പിതാക്കന്മാർ ഏറെയില്ല. ഒരു വ്യക്തിക്ക് പിതാക്കന്മാർ എത്രയുണ്ടായിരിക്കും? ഒരു പിതാവേ കാണുകയുള്ളൂ. ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പോലെ നടക്കണമെന്ന് പറയുന്നു. അവൻ ആശിക്കുകയാണ്. പൗലോസ് പറയുന്നു, സുവിശേഷത്താൽ ഞാൻ ആത്മാക്കളെ ജനിപ്പിച്ചു. ഇവിടെ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ എന്താണ് പറയുന്നത്? കുഞ്ഞുങ്ങളെ, സ്വന്തം കുഞ്ഞുങ്ങളെ, ക്രിസ്തുവിന്റെ സാദൃശ്യം നിങ്ങളിൽ ഉരുവാകുന്നതുവരെ നിങ്ങളെക്കുറിച്ച് ഞാൻ പിന്നെയും ഭാരപ്പെടുകയാണെന്നാണ് പറയുന്നത്. പ്രസവ വേദന, ലോകത്തിൽ വെച്ച് നോക്കിയാൽ ഏറ്റവും വലിയ വേദനയാണ് പ്രസവ വേദന. എല്ലാവർക്കും അത് അറിയില്ലായിരിക്കാം. എന്നാൽ ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരത്താൽ പ്രസവ വേദനയേക്കാൾ കൂടുതലായ വേദനയാൽ ഭക്തനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളെക്കുറിച്ച് ഞാൻ പിന്നെയും പ്രസവ വേദന അനുഭവിക്കുന്നു. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല പ്രധാനം, രക്ഷിക്കപ്പെട്ട വ്യക്തി ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് മാറ്റപ്പെടണം. ഒരു കുഞ്ഞ് ജനിച്ചാൽ പിന്നെ മാതാവിന്റെ ജോലി കഴിഞ്ഞോ? പറയുക, 9 മാസം ചുമക്കുന്നത് വലിയ കാര്യമാണ്. അതുപോലെ ഒരു സുഖപ്രസവം ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വളരെ വേദന അനുഭവിച്ച് കഷ്ടപ്പെട്ട ഗർഭം ചുമന്ന് അവസാനം കുഞ്ഞിനെ പ്രസവിച്ചു.
അതോടെ കഴിഞ്ഞോ? പണി കഴിഞ്ഞോ? യഥാർത്ഥ പണി അന്നാണ് തുടങ്ങുന്നത്. എല്ലാ ദിവസവും ആ കുഞ്ഞിന് പാല് കൊടുക്കണം, കുഞ്ഞിനെ നോക്കി വളർത്തണം, കൺമണി പോലെ കാത്തുകൊണ്ടിരിക്കണം. ആ കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് ചെറിയ ചെറിയ പനിയും തുമ്മലും ജലദോഷവുമൊക്കെ വരുമ്പോൾ വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ ഒരു പ്രശ്നം, കൂടുതൽ പോയാലോ മറ്റൊരു പ്രശ്നം. എന്താണ്? എല്ലാ പ്രശ്നത്തിനും കാരണം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അതുപോലെ ദൈവദാസന്മാർ വിശ്വാസികളെ ശ്രദ്ധിക്കുന്നില്ല. എത്ര പേർ രക്ഷിക്കപ്പെട്ടു? കൈ ഉയർത്തു. ഇത്ര പേരെ നേടാനിടയായി. അല്ലാതെ അവർക്ക് യഥാർത്ഥ മാറ്റമുണ്ടോ എന്ന്, രൂപാന്തരം പ്രാപിച്ചോ എന്ന്, ക്രിസ്തുവിന്റെ സാദൃശ്യത്തിൽ വളരുന്നുണ്ടോ എന്ന്, ആത്മാവിന്റെ ഭാരമുള്ളവരാണോ എന്ന്, ദൈവവേലയിൽ അവർ ഭാഗവാക്കാകുന്നുണ്ടോ, ഹൃദയശുദ്ധി ഉള്ള വ്യക്തികളാണോ, വിശുദ്ധിയോടെ മുൻപോട്ട് ജീവിച്ച് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നതായ ദൈവദാസന്മാർ കുറഞ്ഞുപോയിരിക്കുന്നു. ജനങ്ങൾ കൂടി വരുമ്പോൾ എങ്ങനെയാണ് എല്ലാവരെയും ശ്രദ്ധിക്കുന്നത്? എന്താണ്? 8 മക്കളാണെങ്കിൽ നോക്കാൻ കഴിയും, 36 മക്കളാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നോക്കുന്നത് എല്ലാവരെയും? ഒരു അമ്മയ്ക്ക് എങ്ങനെ നോക്കാൻ കഴിയും? ഒരു ദേവദാസന് എത്ര സഭകളെ എങ്ങനെ ഒറ്റയടിക്ക് നോക്കുവാൻ കഴിയും? ഒരു മനുഷ്യന് എത്ര പേരെ ശ്രദ്ധിക്കാൻ കഴിയും? കുറച്ചുപേരേ കഴിയുകയുള്ളൂ. പൗലോസ് പറയുകയാണ്, എനിക്ക് ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരമുണ്ട്. ഞാൻ നേടിയെടുത്തതായ ആത്മാക്കളെ ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് കൊണ്ടുവരണം. എൻ്റെ സാദൃശ്യത്തിലേക്കല്ല. എന്താണ് ചെയ്യേണ്ടത്? യേശുക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതാണ്. നിങ്ങളെ തികഞ്ഞവരാക്കി, നിർദോഷികളാക്കി യേശുക്രിസ്തുവിന്റെ മുൻപിൽ നിർത്തണം. അതാണ് എൻ്റെ ഭാരം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടതായ എല്ലാവർക്കും ഞാൻ ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് മാറ്റപ്പെടണം എന്നുള്ള ഭാരം ഉണ്ടാകണം. ഒരു നിമിഷം കൊണ്ട് രക്ഷിക്കപ്പെടുവാൻ കഴിയും, ഒരു നിമിഷം കൊണ്ട് നാം വിശുദ്ധീകരിക്കപ്പെടുകയില്ല. ദിവസങ്ങൾ മുൻപോട്ട് പോകുന്തോറും ദൈവത്തിന്റെ സന്നിധിയിൽ നാം വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ഓരോ കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് മാറ്റപ്പെടാനിടയാകും. സുവിശേഷ ഭാരം രക്ഷിക്കപ്പെട്ട ആളുകളെ ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് മാറ്റണം എന്നുള്ളതായ ഭാരം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കുക. യഥാർത്ഥമായി എനിക്കുള്ള ഭാരം എന്താണ്? എൻ്റെ ജോലിയെക്കുറിച്ചുള്ള ഭാരമാണോ? എൻ്റെ കുടുംബ ഭാരമാണോ? എൻ്റെ കടഭാരമാണോ? എൻ്റെ മക്കളെക്കുറിച്ചുള്ള ഭാരമാണോ? എൻ്റെ ജീവിതത്തിൽ എന്താണ് എന്നെ താഴ്ത്തുന്നത്? എന്താണ് എന്നെ ഞെരുക്കുന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ടവനാണല്ലോ, പാപത്തിൻ്റെ ഭാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചല്ലോ, പിന്നെയും എന്തുകൊണ്ട് ഈ ഭാരങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നു എന്ന് നമുക്ക് നമ്മെ തന്നെ പരിശോധിച്ച് നോക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നീ ഞങ്ങളെ ദർശിക്കണമേ. എത്രയോ കാലങ്ങളായിട്ട് വിശ്വാസികളെന്ന് പറഞ്ഞ് ഞങ്ങൾ ജീവിക്കുന്നു. എത്രയോ കാലങ്ങളായിട്ട് നിന്റെ വചനം ഞങ്ങൾ വായിക്കുന്നു, സമ്മതിക്കുന്നു കർത്താവേ. എത്രയോ കാലമായിട്ട് ഞങ്ങൾ സ്നാനപ്പെട്ടിരിക്കുന്നു എന്ന് അഭിമാനിക്കുന്നതായ ഞങ്ങൾക്കിന്ന് ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം നൽകണമേ. സുവിശേഷത്തിന്റെ ഭാരം നൽകണമേ. ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് ഞങ്ങൾ മാറ്റപ്പെടണം എന്നുള്ളതായ ഭാരം നൽകണമേ. എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റെ സ്വന്തക്കാർ, എൻ്റെ സ്നേഹിതർ എല്ലാവരും മാറണം എന്നുള്ളതായ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ ദിവസം എല്ലാ വ്യക്തികളെയും ദർശിക്കണമേ. എല്ലാവരുടെയും ഹൃദയത്തിൽ ആ ഭാരത്തെ നീ കൊടുക്കണമേ. യേശുവിന് വേണ്ടി എനിക്ക് ജീവിക്കണം, എനിക്ക് ആത്മാക്കളെ നേടിയെടുക്കണം. ഒരു വ്യക്തിയും നശിച്ചു പോകാതെ, നിത്യ നരകത്തിലേക്ക് പോകാതെ, സ്വർഗീയ രാജ്യത്തിന്റെ അവകാശികളായിട്ട് എല്ലാ വ്യക്തികളെയും മാറ്റുവാനുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കാനുള്ള ഭാരം ഞങ്ങൾക്ക് നൽകണമേ. സുവിശേഷത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് ഭാരം നൽകുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും.
നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ